അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേന്ദ്ര സർക്കാരുടെ വരുമാനം, ചെലവ്. അതേപോലെ തീർച്ചയായിട്ടും ഞാൻ ജെമിനിയോട് ചോദിക്കും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ജെമിനിയാണ് പറയുന്നത്. അതിലെന്ത് സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ജെമിനി കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഒരാളെയും നമ്മൾ മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ എന്താ പറയുക താഴ്ത്തി കെട്ടുകയൊന്നും വേണ്ട. സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സത്യത്തിൻ്റെ രീതിയിൽ കമൻ്റ് അടിക്കുക. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് വരികയാണെങ്കിലും അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ചോദിക്കാം. ജെമിനി, കേന്ദ്ര സർക്കാരുടെ വരുമാനം എന്താണ്, ചെലവ് എന്താണ്, എന്തിനു വേണ്ടിയൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചെലവ് ചെയ്യുന്നത്, ഒന്ന് വ്യക്തമാക്കാമോ? നമസ്കാരം. ഹാരിസ് പാലക്കാട് നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ. കേന്ദ്ര സർക്കാരിന്റെ വരുമാനവും ചെലവും എങ്ങനെയൊക്കെയാണെന്ന് ലളിതമായി താഴെ വിവരിക്കാം. ഒരു രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും ആവശ്യമായ പണം കണ്ടെത്തുന്നത് ബജറ്റിലൂടെയാണ്. ഇതിനെ പ്രധാനമായും മൂന്നായി തിരിക്കാം. ഒന്ന്, സർക്കാരിന്റെ വരുമാനം, റവന്യൂ. സർക്കാരിന് പ്രധാനമായും രണ്ട് തരത്തിലാണ് വരുമാനം ലഭിക്കുന്നത്. നികുതി വരുമാനം, ടാക്സ് റവന്യൂ. ഇതാണ് ഏറ്റവും വലിയ വരുമാന സ്രോതസ്. നേരിട്ടുള്ള നികുതി, ഡയറക്ട് ടാക്സ്. വ്യക്തികൾ നൽകുന്ന ആദായ നികുതി, ഇൻകം ടാക്സ്. കമ്പനികൾ നൽകുന്ന കോർപ്പറേറ്റ് നികുതി എന്നിവ. പരോക്ഷ നികുതി, ഇൻഡയറക്ട് ടാക്സ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും നൽകുന്ന GST, കസ്റ്റംസ് ഡ്യൂട്ടി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് ഡ്യൂട്ടി എന്നിവ. നികുതിയേതര വരുമാനം, നോൺ ടാക്സ് റവന്യൂ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭം, ഡിവിഡൻസ്. റെയിൽവേ പോലുള്ള സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം, വിവിധ ഫീസുകൾ, പിഴകൾ എന്നിവ. മൂലധന വരവുകൾ, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. പഴയ കടങ്ങൾ തിരികെ ലഭിക്കുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പുതിയ വായ്പകൾ എടുക്കുന്നത് എന്നിവ ഇതിൽപ്പെടും. രണ്ട്, സർക്കാരിന്റെ ചെലവ്, എക്സ്പെൻഡിച്ചർ. സർക്കാർ എന്തിനൊക്കെയാണ് പണം ചെലവാക്കുന്നത് എന്ന് നോക്കാം. ക്ഷേമ പദ്ധതികൾ, ആയുഷ്മാൻ ഭാരത്, PM കിസാൻ, സൗജന്യ റേഷൻ തുടങ്ങിയ വിവിധ ജനക്ഷേമ പദ്ധതികൾക്കായി വലിയൊരു തുക മാറ്റിവെക്കുന്നു. പ്രതിരോധം, ഡിഫൻസ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സൈന്യത്തിനും ആയുധങ്ങൾക്കുമായി ചെലവാക്കുന്ന തുക. പശ്ചാത്തല സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ വികസനം, എയർപോർട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ ഇതിനെ മൂലധന ചെലവ് എന്ന് വിളിക്കുന്നു. പലിശ അടവ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. മുൻപെടുത്ത വായ്പകളുടെ പലിശ നൽകുന്നതിനാണ് ബജറ്റിലെ വലിയൊരു വിഹിതം ഉപയോഗിക്കുന്നത്. സബ്സിഡികൾ, വളം, ഭക്ഷണം തുടങ്ങിയവയ്ക്ക് നൽകുന്ന സബ്സിഡികൾ. ശമ്പളവും പെൻഷനും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും വിരമിച്ചവർക്കുള്ള പെൻഷനുമായി തുക ചെലവാക്കുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം. കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ ഒരു നിശ്ചിത ശതമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ചു നൽകുന്നു. മൂന്ന്, എന്തിനു വേണ്ടിയാണ് സർക്കാർ ചെലവ് ചെയ്യുന്നത്? സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം സാമൂഹിക സാമ്പത്തിക വികസനമാണ്. ഒന്ന്, സാമ്പത്തിക വളർച്ച. രാജ്യത്തിന്റെ GDP വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും. രണ്ട്, അടിസ്ഥാന സൗകര്യ വികസനം. വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും ആവശ്യമായ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ ഒരുക്കാൻ. മൂന്ന്, ക്ഷേമ പ്രവർത്തനങ്ങൾ. ദരിദ്രരായ ആളുകളെ സഹായിക്കാനും വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ എല്ലാവരിലും എത്തിക്കാനും. നാല്, സുരക്ഷ. രാജ്യത്തെ പുറത്തുനിന്നുള്ള ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ. ചുരുക്കത്തിൽ, ജനങ്ങളിൽ നിന്ന് നികുതിയായും മറ്റും സ്വീകരിക്കുന്ന പണം രാജ്യത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കുമായി സർക്കാർ തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഹാരിസിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേക സംശയങ്ങളുണ്ടോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരുടെ വരവ് ചെലവ് ഞാൻ ഇവിടെ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് ജെമിനിയിലൂടെ. ഇനി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയാം.